ഏതായാലും ചേലക്കരയിലെ ഡീറ്റെയിൽഡ് റിസൾട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചേലക്കരയിൽ ഓരോ ബൂത്ത് തിരിച്ചുള്ള കണക്കെല്ലാം വരുന്നുണ്ട്. ബൂത്ത് തിരിച്ചുള്ള കണക്കിലേക്ക് നമുക്കൊന്ന് പോയാലോ, പെട്ടെന്ന് പോവാം അല്ലേ? അവിടെ ഇനി പ്രത്യേകിച്ചൊന്നും നടക്കാനുള്ള സസ്പെൻസ് ഒന്നും ഇനി ബാക്കിയില്ല. ഒന്നാം റൗണ്ടിൽ 1890 വോട്ടിന്റെ ലീഡ്, രണ്ടാം റൗണ്ടിൽ 1891 വോട്ടിന്റെ ലീഡ്, മൂന്നാം റൗണ്ടിൽ യു ആർ പ്രദീപിന് 1764 വോട്ടിന്റെ ലീഡ്, നാലാം റൗണ്ടിൽ 1764 വോട്ടിന്റെ ലീഡ്, അഞ്ചാം റൗണ്ടിൽ 969 വോട്ടിന്റെ ലീഡ്, ആറാം റൗണ്ടിൽ 450 വോട്ടിന്റെ ലീഡ്, ഏഴാം റൗണ്ടിൽ 264 വോട്ടിന്റെ ലീഡ്, എട്ടാം റൗണ്ടിൽ 1010, ഒൻപതാം റൗണ്ടിൽ 664, പത്താം റൗണ്ടിൽ 981. MS ലിഷോയുണ്ട്. ലിഷോ, ഇതിനെ എങ്ങനെ തരംതിരിച്ച് വ്യാഖ്യാനിക്കാം? എങ്ങനെ ഈ ചേലക്കരയിലെ പ്രത്യേകത അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം? എങ്ങനെയാണ് ഇവിടെയൊക്കെയാണ് ഈ വോട്ടിങ്ങിനെ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച് വമ്പൻ വിജയത്തിലേക്ക് യു ആർ പ്രദീപും LDF ചേലക്കരയിൽ എത്തിയത് എന്ന്? അതായത് ചേലക്കരയിലെ ആദ്യ 2 റൗണ്ടുകൾ എണ്ണിയപ്പോൾ ആ 2 റൗണ്ടുകളിലും കൃത്യമായി യു ആർ പ്രദീപിന് ഭൂരിപക്ഷം അല്ലെങ്കിൽ മുന്നേറ്റം പ്രതീക്ഷിച്ച മണ്ഡലങ്ങൾ തന്നെ, പഞ്ചായത്തുകൾ തന്നെയാണ്. മൂന്നാം റൗണ്ടിൽ ആണ് ഏറ്റവും അധികം വോട്ട് ലഭിച്ചിരിക്കുന്നത്, അതായത് ഏറ്റവും അധികം ലീഡ് ലഭിച്ചിരിക്കുന്നത് 2053. അത് ഈ വള്ളത്തോൾ നഗർ പഞ്ചായത്തും അതിനോടൊപ്പം തന്നെ പാഞ്ഞാൽ പഞ്ചായത്തും എല്ലാം കൂടിച്ചേർന്നതാണ്. ഈ മേഖലയിൽ ഇത്രയധികം വോട്ട് നേരത്തെ LDF നേതൃത്വം തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവിടെ ഇത്രയേറെ വോട്ട് ലഭിച്ചു. അതിനുശേഷം വരുന്ന ചേലക്കരയിലായാലും ചേലക്കരയ്ക്ക് ശേഷം വരുന്ന പഞ്ചായത്തുകളായ ഈ പാഞ്ഞാൽ പഞ്ചായത്തും അതിനോടൊപ്പം തന്നെ ഈ എല്ലായിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പഴയന്നൂർ പഞ്ചായത്തിലും തിരുവല്ലാമല പഞ്ചായത്തിലും എല്ലാം തന്നെ LDFന് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു. തിരുവല്ലാമല പഞ്ചായത്തിലൊക്കെ സാധാരണഗതിയിൽ UDF ആണ് മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവിടെയും LDF ആണ് ഇത്തവണ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. ആകെ കൂടി UDFന് ആശ്വസിക്കാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മുള്ളൂർക്കര പഞ്ചായത്തിൽ മാത്രമാണ്. അവിടെയാണ് ലാസ്റ്റ് റൗണ്ടിൽ, അതായത് ഈ കഴിഞ്ഞ 11ാം റൗണ്ടിൽ വോട്ട് എണ്ണിയത്. 11ാം റൗണ്ടിൽ മാത്രമാണ് രമ്യക്ക് ലീഡ് ചെയ്യാനായി കഴിഞ്ഞത്. ഒരു റൗണ്ടിൽ ആകെ കൂടി 12 റൗണ്ടും 5 ടേബിളുകളുമാണ് ആകെ ഉള്ളത്. അതിൽ തന്നെ 10 റൗണ്ടുകളിലും LDF സ്ഥാനാർത്ഥി കൃത്യമായി ലീഡ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഈ 11ാം റൗണ്ട് മുള്ളൂർക്കര ഭാഗവും അതുപോലെ തന്നെ ഈ പഴയന്നൂർ പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളും എല്ലാം തന്നെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ലീഡ് നില കുറയ്ക്കാനായിട്ട് കഴിഞ്ഞത്. അതായത് UDFന് അല്പം ആ റൗണ്ടിൽ ലീഡ് നേടാനായി കഴിഞ്ഞു. എന്തായാലും LDF പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അവർ ഉള്ളൂർക്കര കഴിഞ്ഞു, അപ്പൊ ഇനി പഴയന്നൂരാണ് ബാക്കിയുള്ളത്. എണ്ണം കഴിഞ്ഞു, പക്ഷേ റിസൾട്ട് അപ്ലോഡ് ചെയ്യാൻ പഴയന്നൂരിന്റേതാണ് ബാക്കിയുള്ളത്. ഒരു 12,000 വോട്ട് ഫൈനൽ എന്നുള്ളത് നമുക്ക് വിചാരിക്കാമോ? പഴയന്നൂരിൽ ഒരു ചെറിയ ലീഡ് LDFന് ഉണ്ടാവാനല്ലേ സാധ്യത? പഴയന്നൂരിൽ കണക്കുകൾ പ്രകാരം പ്രതീക്ഷകൾ പ്രകാരം UDFനായിരുന്നു. പക്ഷേ അത് പഴയന്നൂർ UDFന്റെ ഭരണ നേതൃത്വമുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് UDF ആണ് അവിടെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ പഴയന്നൂരിലും യു ആർ പ്രദീപ് തന്നെ ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ടാബുലേഷൻ ജോലികൾ അന്തിമഘട്ടത്തിലാണ്. അല്പസമയത്തിനകം നമുക്ക് അവിടുത്തെ കൂടി റിസൾട്ട് ലഭ്യമാകും. മൊത്തം അതിനിടയിൽ പാലക്കാട് ഒരു 718 വോട്ട് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ 13,001 നിന്ന് 13,719 ലീഡ് നില കുറച്ചുകൂടി ഗംഭീരമാക്കിയിരിക്കുന്നു.